തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ വിവിധ വഴികൾ തേടുകയാണ് പാർട്ടികൾ. അതിൽ CPM ഇതാ വീട് കയറി വിശദീകരണത്തിനിറങ്ങുന്നു. പറഞ്ഞു ധരിപ്പിക്കാൻ ഒരുപാടുണ്ടല്ലോ, ചെയ്തതും ചെയ്യാനിരിക്കുന്നതും. ഇന്നത്തെ പ്രൈം സ്റ്റോറി വീട്ടിൽ വന്ന് പറയും. ഗൃഹസമ്പർക്ക പരിപാടി എന്നത് CPM കാലങ്ങളായി കൃത്യമായി ചെയ്തു വരുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഏറ്റവും നന്നായി വീട് കയറി പ്രചാരണം നടത്തുന്ന പാർട്ടിയും CPM തന്നെ, അതിലൊരു തർക്കവുമില്ല. എന്നാൽ ഇത്തവണ വീട് കയറി പ്രചാരണത്തിനിറങ്ങുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പാർട്ടി. കാരണം നാട്ടുകാർക്ക് ചോദിക്കാനും പറയാനുമൊക്കെ ഒരുപാടുണ്ടാകുമെന്ന് പാർട്ടിക്ക് അറിയാമല്ലോ. വീട്ടുകാരോട് തർക്കിക്കരുത്, ക്ഷമ വേണം. ശബരിമല വിഷയത്തിൽ പത്മകുമാറിന്റെ പങ്കിനെക്കുറിച്ച് നാട്ടുകാർ ചോദിക്കുമെന്ന് പാർട്ടിക്ക് നല്ല ധാരണയുണ്ട്. അതിനുള്ള ഉത്തരവും സെറ്റാണ്. പിന്നെ ഇടയ്ക്കിടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തണം. കൊള്ളാം, നല്ല നിർദ്ദേശങ്ങൾ. അപ്പോൾ TS ഹരികൃഷ്ണ പറയും, എന്താണ് CPMന്റെ ഗൃഹസമ്പർക്ക പരിപാടിയെന്ന്. CPMനെ സംബന്ധിച്ച് ഗൃഹസമ്പർക്ക പരിപാടി ഇത് ആദ്യമായിട്ട് അവർ നടത്തുന്നതല്ല. CPM എന്ന പാർട്ടി വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പരിപാടി, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന ഒരു വലിയ പ്രചരണ പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഗൃഹസമ്പർക്ക പരിപാടിയെ വിശേഷിപ്പിക്കാം. ജനങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടും പാർട്ടിയുടെ ആശയങ്ങളും ഒപ്പം തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പാർട്ടി അണികൾ പോകുന്നതാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെയും ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. 2019 നടത്തി. ആ സമയത്തൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിക്ക് വലിയൊരു നേട്ടം കൈവരിക്കാൻ കാരണമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ പാർട്ടി പ്രതീക്ഷിച്ചൊരു വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. LDFന് ഈ ഒരു ക്ഷീണത്തിന് കാരണം UDFന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ വലിയ രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി. അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. ആ ധാരണകളെല്ലാം മാറ്റി ശരിയായ ധാരണകളാക്കണം. ഇതാണ് പാർട്ടി അണികൾക്ക് നൽകിയിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ക്ഷമ കാണിക്കണമെന്നും അവിടെ ഇരുന്ന് സംസാരിക്കണമെന്നും, വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ദേഷ്യം കാണിക്കാതെ ക്ഷമാപൂർവം അത് കേട്ട് മനസ്സിലാക്കി പറയാനുള്ളത് പറഞ്ഞു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് കീഴ്ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമെന്ന് പറയുന്നത്. കീഴ്ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സർക്കുലറിൽ പറയുന്നത് നമുക്ക് ഈ പാർട്ടി അണികൾക്ക് നൽകിയിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം എന്ന് വേണമെങ്കിൽ ഈ സർക്കുലറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നാട്ടുകാരോടാണ്. CPM മാത്രമല്ല, എല്ലാ പാർട്ടികളും ഇനി വീട് കയറിയുള്ള പ്രചാരണത്തിനിറങ്ങും. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതുകൊണ്ട് നന്നായി സ്വീകരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുക. പിന്നെ എല്ലാ പാർട്ടിക്കാരോടും കൂടി ഒന്ന് പറയട്ടെ, ജനങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും ക്ഷമയോടെ കേൾക്കുക. അത് നിങ്ങൾക്കെതിരാണെങ്കിൽ പിന്നെ കേരളത്തിലെ ഒരു പതിവ് രീതിയായ രാഷ്ട്രീയ പ്രതികാരമുണ്ടല്ലോ, അതിന് ദയവായി പോകാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധാരണക്കാരായ മനുഷ്യൻ മടിക്കുന്നത്.